ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ സ്ത്രീ സാന്നിധ്യം കൊണ്ട് ചരിത്രത്തിൽ ഇടം പിടിക്കുമ്പോൾ ഭാരതത്തിലെ സ്ത്രീ കലാകാരികൾക്ക് അഭിമാനിക്കാൻ ഒന്നുകൂടി ഒരുക്കുകയാണ് ഭാരതം. ശംഖും നാഗസ്വരവും മുഴക്കാൻ സ്ത്രീശക്തി. ചരിത്രത്തിലാദ്യമായി ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ ബാൻഡ് വായിക്കാൻ 100 അംഗ പെൺപട നാരീശക്തി. നാരീശക്തി പ്രദർശിപ്പിക്കാൻ ഉറച്ചു തന്നെയാണ് ഭാരതം. റിപ്പബ്ലിക് ദിന പരേഡിന് പരമ്പരാഗത സൈനിക ബാൻഡുകൾക്ക് പകരം ഇന്ത്യൻ സംഗീതോപകരണങ്ങൾ വായിക്കുന്നത് വനിതകളായിരിക്കും. ആദ്യമായാണ് റിപ്പബ്ലിക് ദിന പരേഡിന് വനിതാ കലാകാരന്മാർ ബാൻഡ് വായിക്കുന്നത്. 100 വനിതകളാണ് ഇന്ത്യൻ സംഗീതോപകരണങ്ങൾ വായിക്കാനായി അണിനിരക്കുന്നത്. ഇതിനു പിന്നാലെ റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച വനിതാ പ്രാതിനിധ്യമാണ് ഇത്തവണ ഭാരതം ഉറപ്പാക്കിയിരിക്കുന്നത്. വനിതാ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ശംഖ്, നാഗസ്വരം, നാഗത എന്നിവയുടെ സംഗീതത്തോടെയാണ് പരേഡ് ആരംഭിക്കുക. നേരത്തെ സൈനിക വാദ്യമേളങ്ങളോടെയാണ് പരേഡ് സംഘടിപ്പിച്ചത്. ഈ വർഷത്തെ പരേഡിൽ ഫ്ലൈ പാസ്റ്റിലും മാർച്ചിംഗ് കോണ്ടൻജന്റുകളിലും ഉൾപ്പെടെ മികച്ച വനിതാ പ്രാതിനിധ്യമാണ് ഉറപ്പാക്കിയിരിക്കുന്നത് എന്ന് സേന അറിയിച്ചു. കുടുംബശ്രീയുടെ കീഴിലുള്ള കുന്നംകുളത്തെ വനിതകളുടെ ശിങ്കാരിമേള സംഘം ദില്ലിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ ചെണ്ടയും ഇലത്താളവുമായി അണിനിരക്കും. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ നടന്ന മത്സരമാണ് ഇവർക്ക് റിപ്പബ്ലിക് ദിന പരേഡിലേക്ക് വാതിൽ തുറന്നത്. മത്സരത്തിൽ ഇവർക്ക് 1ാം സ്ഥാനമായിരുന്നു. അന്ന് വിധികർത്താക്കളായി എത്തിയവരാണ് കേരളത്തിൽ നിന്നുള്ള കലാപ്രകടനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ വനിതാ ശിങ്കാരിമേള സംഘത്തെ ഉൾപ്പെടുത്തിയത്. 2 ആഴ്ച മുൻപാണ് 13 അംഗ ടീമിന് ക്ഷണം ലഭിച്ചത്. സംഘത്തിലെ 11 പേർ കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരിയിൽ നിന്ന് ദില്ലിയിലേക്ക് യാത്രയായിട്ടുണ്ട്. നഗരസഭയുടെ വിവിധ ഉദ്ഘാടനങ്ങൾ, സ്കൂളുകളിലെ ആഘോഷങ്ങൾ, വിവാഹവേളകളിൽ വിരുന്നുകാരെ സ്വാഗതം ചെയ്യൽ തുടങ്ങിയവയിൽ മാത്രം പങ്കെടുത്തിരുന്ന സംഘത്തിന് ലഭിച്ച അസുലഭ സന്ദർഭമാണ് ഇത്. ജീവിതത്തിൽ ഇവർക്കാർക്കും ഇത് മറക്കാനാകില്ല. വ്യത്യസ്ത തൊഴിൽ മേഖലയിലൂടെ ഉപജീവന മാർഗം കണ്ടെത്തുന്നവരാണ് ഈ സംഘത്തിലുള്ള എല്ലാവരും. കാറ്ററിംഗ് നടത്തിപ്പുകാരി മുതൽ കാന്റീൻ അംഗങ്ങളും ഹരിതകർമ്മസേനയിലുള്ളവരും ആശാവർക്കറായവരും കൂലിപ്പണിക്ക് പോകുന്നവരും കെയർടേക്കേഴ്സും റിസപ്ഷനിസ്റ്റും ഒക്കെ അടങ്ങുന്നതാണ് ഈ ടീം. കലയോടുള്ള താല്പര്യത്തിൽ സംഘത്തിലേക്ക് എത്തിയവരാണ് ഇവർ. ശിങ്കാരിമേളത്തോടൊപ്പം തായമ്പകയും പഠിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വനിതകളുടെ ഈ സംഘം. എല്ലാ ദിവസവും പരിശീലനം നടത്തിയിരുന്ന ഇവർ പരിപാടികളുടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് എല്ലാവരും ഒത്തുചേർന്ന് താളം പിടിച്ചത്. തൃശൂർ കാൽവരി ഗ്രൂപ്പിലെ ഷ്യാമാണ് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയത്. ഏകദേശം 77,000 കാണികൾ കർത്തവ്യപഥിൽ പരേഡിന് സാക്ഷ്യം വഹിക്കും. ഇത്തവണ പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ക്ഷണിച്ച 13,000 പ്രത്യേക അതിഥികളും പരേഡിന് സാക്ഷ്യം വഹിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നു. ഫ്രഞ്ച് വ്യോമസേനയുടെ 2 റഫാൽ യുദ്ധവിമാനങ്ങളും എയർബസ് A330 എന്നിവയും 75ാമത് ഭാരതീയ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.